നിർമ്മല ഇതുവരെ കുട്ടിയെ ഒരുക്കി കഴിഞ്ഞില്ലേ? വീട്ടിൽ വരുന്ന അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു നിർമ്മല. എന്റെ മാധവേട്ട, സമയം ഇനിയുമുണ്ടല്ലോ. ഇങ്ങനെ ഓരോ മിനിറ്റും ഇടവിട്ട് ഈ ചോദ്യം തന്നെ ചോദിക്കല്ലേ. അവിടെങ്ങാനും സമാധാനത്തോടെ ഇരിക്ക്. ഇങ്ങനെ ഓടി നടക്കാതെ. എനിക്കെങ്ങനെ സമാധാനം ഉണ്ടാവാനാണ്? എൻ്റെ കുട്ടിയുടെ കല്യാണം കഴിയുന്നത് വരെ എനിക്കങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ. മാധവനെ നോക്കി ചിരിച്ചുകൊണ്ട് നിർമ്മല കുട്ടികളുടെ അടുത്തേക്ക് പോയി. അവിടെ ദേവികയും കൂട്ടുകാരും ജാനുവിനെ ഒരുക്കുകയാണ്. വേറെ രണ്ടുപേർ അവിടെ ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് ഒരുങ്ങി ഇതുവരെ സംതൃപ്തരായിട്ടില്ല. ജാനു ചേച്ചി, എത്ര വരച്ചിട്ടും ശരിയാവണില്ല. എനിക്കൊന്ന് കണ്ണെഴുതി തരുമോ? അനുവായിരുന്നു അത്. അനുവിനെയും ശിവയെയും കുഞ്ഞിലെ മുതൽ ഒരുക്കാറുള്ളത് ജാനുവാണ്. അതിനെന്താ, രണ്ടാളും ഇങ്ങ് വാ. അപ്പോഴാണ് നിർമ്മല അങ്ങോട്ടേക്ക് വന്നത്. ആഹാ, ഇവിടെ നിങ്ങളാണോ അതോ ജാനു ആണോ കല്യാണപ്പെണ്ണ്? അടിക്കൊള്ളും രണ്ടിനും. അവിടെ അച്ഛനാണ് ഒരുക്കി കഴിഞ്ഞു എന്ന് ചോദിച്ച് ബഹളം വെക്കുക അതിനിടക്കാണ്. വേണ്ട അമ്മായി, അവരൊന്നും പറയില്ലേ. ഞാൻ വേഗം പോയി അവരെ ഒരുക്കിക്കൊള്ളാം. നീയാണ് രണ്ടിനെയും ഇത്രയും വഷളാക്കിയത്. ഇനി നീ പോയി കഴിയുമ്പോൾ ഈ വേഷം കെട്ടും കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് രണ്ടിനും നല്ലത് കിട്ടും, പറഞ്ഞേക്കാം. അത് പറഞ്ഞപ്പോൾ രണ്ടാളും സങ്കടത്തോടെ ജാനുവിനെ നോക്കി. എന്തോ അവൾക്കും ഉള്ളിലെ നോവ് തോന്നി. കുറേ വർഷങ്ങളായി ഇവരാണ് അവളുടെ ലോകം. പെട്ടെന്ന് അവരെ പിരിയുന്നത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. കുട്ടികളുടെ കാര്യം വ്യത്യസ്തമായിരുന്നില്ല. അച്ഛനേക്കാളും അമ്മയേക്കാളും അവരെ മനസ്സിലാക്കി ചേർത്ത് നിർത്തിയിരുന്നത് അവരുടെ ജാനു ചേച്ചിയായിരുന്നു. രണ്ടാളുടെയും വിഷമം കണ്ട് ജാനു അവരെ ചേർത്ത് നിർത്തി. അപ്പൻ്റെ കുട്ടികൾ വിളിച്ചാലും ഞാൻ വരുമല്ലോ. എന്തിനാ വിഷമിക്കണേ? വേഗം ഒരുക്കിത്തരാം, ഇങ്ങുവാ. അവൾ അവരെ ഒരുക്കം നോക്കി നിന്ന് നിർമ്മയുടെ കണ്ണുകളും അറിയാതെ നിറഞ്ഞു. ഇത്രയും കാലം അവളെ ദ്രോഹിച്ചത് ഓർക്കുമ്പോൾ അവർ കുറ്റബോധം കൊണ്ട് നിറുകയായിരുന്നു. ഒരു ചില്ലി റെഡ് നിറത്തിലെ സാരിയായിരുന്നു അവൾ ധരിച്ചിരുന്നത്. തലയെ മുല്ലപ്പൂവൊക്കെ വെച്ച് ആഭരണങ്ങളെ ഇട്ടു നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. ദേ, അവർ വന്നുട്ടോ, വേഗം അങ്ങോട്ടേക്ക് എത്തിക്കോളൂ. മാധവന്റെ ശബ്ദം കേട്ടതും ജാനിയുടെ നെഞ്ചിൽ പെരുമ്പറ മുഴക്കം തുടങ്ങി. എന്തെന്നില്ലാത്ത ഭയം അവളെ മൂടിയിരുന്നു. ചുറ്റിനും നടന്നതൊക്കെ അവൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആരൊക്കെ പറയുന്നത് കേട്ട് യാന്ത്രികമായി അവൾ ചലിച്ചു കൊണ്ടിരുന്നു. കതിർ മണ്ഡപത്തിൽ ഇന്ദ്രനടുത്ത് ഇരിക്കുമ്പോഴും അവളിൽ നിർവികാരത മാത്രമാണ് ഉണ്ടായിരുന്നത്. മാധവന്റെ മുഖത്തൊരു ആശ്വാസമായിരുന്നു ഇരച്ചിരുന്നത്. കുഞ്ഞുനാൾ മുതൽ സങ്കടങ്ങൾ മാത്രം അനുഭവിച്ച തൻ്റെ സഹോദരിയുടെ മകൾക്ക് ഇനിയുമെങ്കിലും നല്ല ജീവിതം അയാൾ പ്രതീക്ഷിച്ചിരുന്നു. ഉഷയിലും സേതുവിലും എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. രുദ്രക്കും മറിച്ചായിരുന്നില്ല. ഇന്ദ്രന്റെ കണ്ണുകൾ അപ്പോഴും പ്രതീക്ഷയോടെ ആരെയോ തിരഞ്ഞുകൊണ്ടിരുന്നു. താലി രുദ്രൻ ചാർത്തി കൊടുത്തപ്പോൾ തൻ്റെ മരണം വരെ ഈ താലി കൂടെ ഉണ്ടാകണേ എന്ന പ്രാർത്ഥന മാത്രമേ ജാനു ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ സീമന്തരേഖകൾ ചുവപ്പ് പടർന്നപ്പോൾ കണ്ണുകൾ അടച്ചുകൊണ്ട് അവൾ സ്വീകരിച്ചു. കണ്ണുകൾ തുറന്നപ്പോൾ ക്ഷണിച്ച അതിഥികൾക്കിടയിൽ തന്നെ മാത്രം ഉറ്റു നോക്കുന്ന നിറഞ്ഞ കണ്ണുകൾ തിരിച്ചറിയാൻ അവൾക്ക് അധികം താമസം ഉണ്ടായിരുന്നില്ല. പെട്ടെന്നുണ്ടായ കുറ്റബോധത്തിൽ ശിരസു താണപ്പോഴും ആ കണ്ണുകൾ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവളുടെ നിറഞ്ഞു വന്ന കണ്ണുനീർ മായ്ച്ചു മറച്ചെങ്കിലും വിഷ്ണുവിനെ തേടി വീണ്ടും എത്തിയിരുന്നു. പക്ഷെ അവനെ കണ്ടെത്താൻ അവൾക്ക് പിന്നീട് കഴിഞ്ഞില്ല. എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും കണ്ണുകൾ നിറഞ്ഞു തന്നെ ഇരുന്നിരുന്നു. ഇന്ദ്രന്റെ മുഖത്ത് നിരാശ തളം കെട്ടി നിന്നിരുന്നു. ഇന്ദ്രത്തിൽ എത്തും വരെയും ഒരു വാക്കുപോലും ഇരുവരും സംസാരിച്ചില്ല. നിലവിളക്ക് കൊടുത്ത് ഉഷ ജാനുവിനെ സ്വീകരിക്കുമ്പോഴും ഇന്ദ്രൻ തന്നെ ഇഷ്ടമില്ലാതെ പ്രകടിപ്പിച്ചിരുന്നു. ഉഷയെയും സേതുവിനെയും ഇന്ദ്രന്റെ സ്വഭാവം വേദനിപ്പിച്ചെങ്കിലും ജാനുവിനൊന്നും തോന്നിയില്ല. തനിക്കൊരു അമ്മയുടെ സ്നേഹവും കരുതലും കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവൾ. കൂടുതലായൊന്നും ആരിൽ നിന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. വൈകിട്ട് റിസപ്ഷനൊക്കെ കഴിഞ്ഞ് ബന്ധുക്കളുടെ പൊങ്ങച്ചങ്ങൾക്കിടയിൽ നിന്ന് രുദ്രയാണ് ജാനുവിനെ രക്ഷിച്ചത്. ഇന്ദ്രന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി അവൾക്ക് മാറ്റിയിടാനുള്ള ഡ്രസ്സും രുദ്ര കാട്ടിക്കൊടുത്തു. അവൾ ഫ്രഷായി ഇറങ്ങും വരെ രുദ്ര അവൾക്ക് കൂട്ടായിരുന്നു. ഇതിനിടയിലാണ് ഇന്ദ്രൻ മുറിയിലേക്ക് വന്നത്. ചേച്ചി എന്താ ഇവിടെ ഇരിക്കുന്നത്? ജാനു ഫ്രഷാകുവാണ്. ഞാൻ അവൾക്ക് കൂട്ടിയിരുന്നതാ. ഈ വയ്യാത്ത നീ എന്തിനാ അവളുടെ പുറകെ നടക്കുന്നത്? നീ നടക്കാത്തത് കൊണ്ട് നീ അവളോട് കാണിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആദ്യമായിട്ട് വീട് മാറി നിൽക്കുന്ന പെൺകുട്ടിയുടെ മനസ്സ് നിനക്കൊന്നും അറിയില്ല. ഭർത്താവിന് അവൾക്കൊരു സമാധാനം കൊടുക്കേണ്ടത്. എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് മാത്രം മതി. ജീവിതകാലം മുഴുവൻ അവൾ നിന്റെ കൂടെ ഉണ്ടാവാൻ. അവനൊന്നും മിണ്ടാതെ രുദ്ര പറയുന്നതൊക്കെയും ശ്രദ്ധിച്ചു. എനിക്കെന്തായാലും അവളെ ഒറ്റക്കാക്കാൻ കഴിയില്ല. നിന്റെ ഭാര്യ എന്നതിൽ ഉപരി അവളെൻ്റെ അനിയത്തിയാണ്. അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. നിനക്കല്ലെങ്കിലും എല്ലാവരെയും വിശ്വാസമാണല്ലോ. ഞാനൊന്നും പറയുന്നില്ല. നീ ഒന്നും പറയണ്ട, ഞാൻ പോകുവാണ്. ആ സാധനത്തിൻ്റെ നീരാട്ട് കഴിയുമ്പോൾ പറ. എനിക്കൊന്ന് ഫ്രഷ് ആവണം. ഇത് നിന്റെ റൂമല്ലേ, നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ കുളിച്ചോ. ആരെങ്കിലും തടഞ്ഞോ അതിന്? അവൻ ദേഷ്യത്തിൽ ചവിട്ടിത്തുള്ളി പുറത്തേക്ക് പോകുന്ന ഒരു ചിരിയോടെ രുദ്ര നോക്കിയിരുന്നു. അപ്പോഴേക്കും ജാനു കുളിച്ചു കഴിഞ്ഞിറങ്ങി. ആഹാ, നീ ഫ്രഷായി കഴിഞ്ഞിരുന്നു. ദേ, അവനിപ്പോൾ വന്നു പോയതേ ഉള്ളൂ.
ഇന്ദ്രേട്ടൻ്റെ സംസാരം ഞാൻ കേട്ടിരുന്നു. ഏട്ടൻ പോയിട്ട് ഇറങ്ങാൻ നോക്കിയിരിക്കുകയായിരുന്നു. ആഹാ, ബെസ്റ്റ്, നന്നായി. നീ ഏതായാലും വാ, നമുക്ക് ഇവിടെയൊക്കെ കണ്ട് എല്ലാവരുമായി പരിചയപ്പെടാം. അല്ലെങ്കിൽ ആ കഴുത ഇനിയും ഇങ്ങോട്ട് വന്ന് വഴക്കുകൂടും. ആ പിന്നെ അവൻ എന്തെങ്കിലും പറയുമ്പോൾ മിണ്ടാതെ ഇരുന്നാൽ അവന് അഹങ്കാരം കൂടും. അവൻ മോശമായി എന്തെങ്കിലും പറയാൻ എതിർത്ത് പറയണം. അല്ലെങ്കിൽ നിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് അവൻ വിചാരിക്കും. ഇതും പറഞ്ഞ് ജാനുവിൻ്റെ കൈയും പിടിച്ച് രുദ്ര പുറത്തേക്കിറങ്ങി. ഫ്രഷായി പുറത്തേക്ക് വന്നപ്പോഴാണ് ഫോൺ ബെൽ ചെയ്യുന്നത് ഇന്ദ്രൻ കണ്ടത്. പ്രതീക്ഷിച്ച പോലെ അലീനയായിരുന്നു അത്. അതേപോലെ സൗഹൃദത്തോടെയാണ് അവൾ അന്നും അവനോട് സംസാരിച്ചത്. ജാനുവിൻ്റെ കാര്യങ്ങൾ ഉത്സാഹത്തോടെ അവൾ തിരക്കുന്നതിൽ അവന് ദേഷ്യം തോന്നി. തന്നെ ഒരിക്കലും അലീന പ്രണയിച്ചിരുന്നില്ലെന്ന തോന്നൽ അവനിലും ഉടലെടുത്തു തുടങ്ങിയിരുന്നു. അലീന ഫോൺ വെച്ചതിനു ശേഷവും അവൻ ചിന്തയിലാണ്ടിരുന്നു. അപ്പോഴാണ് ജാനു പാലുമായി മുറിയിലേക്ക് വരുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവളെ മൈൻഡ് ചെയ്യാതെ അവൻ അവിടെ തന്നെ ഇരുന്നു. അവനിൽ നിന്നും ഒരു പ്രതികരണവും കാണാത്തതിനാൽ അവൾ അവനരികിലേക്ക് ചെന്നു. അവൾ അവനരികിലായി ബെഡിൽ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റ്. ഏതോ ജീവിയെ കണ്ടതുപോലെ ഞെട്ടി എഴുന്നേറ്റ് അവനെ അവളും ഭയത്തോടെ നോക്കി. എന്താ ഏട്ടാ, എന്തു പറ്റി? നിന്നോട് ആരാ പറഞ്ഞ് എൻ്റെ കട്ടിലിൽ ഇരിക്കാൻ? അത് ഞാൻ എന്നെ മയക്കിയെടുക്കാമെന്ന് വല്ല ചിന്തയും ഉണ്ടെങ്കിൽ അത് കയ്യിൽ തന്നെ വെച്ചാൽ മതി. നിന്റെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. അതിന് ഞാൻ അഭിനയിച്ചില്ലല്ലോ. പിന്നെ ഇനി ഈ മുറി എൻ്റെ കൂടെയാണ്. ഞാൻ ഇവിടെ വേണമെങ്കിലും ഇരിക്കും. അവളുടെ ഒരു മുറി. നിന്നെ ഇവിടെ നിന്ന് ഓടിക്കാൻ എനിക്കറിയാം. ചേട്ടൻ അതിന് കഷ്ടപ്പെടണ്ട. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, എന്നെ ഇപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഇവിടുന്ന് പോകില്ല. ഇനിയും മാമനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് കഴിയില്ല. പഠിത്തം കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടും വരെ എനിക്ക് ഇവിടെ നിന്നേ പറ്റുള്ളൂ. ഓ, ഇത് വലിയ ശല്യമായല്ലോ. ചേട്ടൻ എന്തിനാ പേടിക്കുന്നത്? നമുക്ക് നല്ല ഫ്രണ്ട്സായി കഴിയാമെന്ന്. നീ ഇതും ഇതിനപ്പുറം പറയുമെന്ന് എനിക്ക് അറിയാം. എൻ്റെ പൈസ കണ്ടൽ നീ നിന്റെ കാമുകനെ ഉപേക്ഷിച്ചത്. ഇന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ആദ്യം ഒരു ഞെട്ടലാണ് ഉണ്ടായത്. എന്താ, നിന്റെ നാവിറങ്ങിപ്പോയോ? നിന്റെ എല്ലാ ചരിത്രവും എനിക്കറിയാം. എൻ്റെ വീട്ടുകാരെ പറ്റിക്കുന്നത് പോലെ എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ ഏട്ടൻ പറഞ്ഞത് സത്യമാണ്. ഞാനങ്ങനെ ചെയ്തതിന് എൻ്റെതായ കാരണമുണ്ട്. ഇപ്പോൾ ഏട്ടനോട് അത് പറഞ്ഞാൽ വീണ്ടും ഏട്ടന് മുന്നിൽ ഒരു പരിഹാസപാത്രം ആകാമെന്നേ ഉള്ളൂ. എന്നെങ്കിലും ഏട്ടനായിട്ട് എന്നെ മനസ്സിലാക്കുമെങ്കിൽ മനസ്സിലാക്കൂ. ഇത്രയും പറഞ്ഞ് അവൾ ഒരു തലയിണയും ഷീറ്റുമായി താഴേക്ക് ഇറങ്ങിക്കിടന്നു. അവൾ എന്തെങ്കിലും ന്യായീകരണങ്ങൾ നിരത്തുമെന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്നുള്ള അവളുടെ ഈ പ്രവൃത്തിയിൽ അവന് ആശ്ചര്യം തോന്നി.